യൂസ് ചെയ്യുന്ന ബ്രഷ് ലാസോ ബ്രഷും ടാപ്പ് റൈഡ് ബ്രഷുമാണ്. പിന്നെ യൂസ് ചെയ്യുന്ന ടൂൾസ് എഡിറ്റ്, പെൻ, ARC, ലേസി ടൂൾസ്. ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമേജ് കൊടുത്തു, ഇമേജ് ട്രേസ് ഓപ്ഷൻ കൊടുത്തു, ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒപ്പാസിറ്റി കൂട്ടി. ഓക്കെ, എന്നിട്ട് ബ്രഷ് ഒരു ബ്ലാക്ക് കളർ എടുത്തു. എന്നിട്ട് ലെയർ സെക്ഷനിൽ ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ട് ലാസോ ബ്രഷ് എടുത്തു, അതുപോലെ ലേസി ടൂളും എടുത്തു. എന്നിട്ട് ഹെയറിൻ്റെ ലൈൻസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഹെയറിൻ്റെ ലൈൻസ് കുറച്ച് പുറത്തായിട്ട് കൂർമ്മിച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് കൂർമ്മിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെറിയൊരു ട്യൂട്ടോറിയലിലൂടെ പറയുന്നത് ഷെയ്ഡിങ് എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പീഡാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടി സ്ലോ ആയിക്കണമെങ്കിൽ ഇതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡാണ്, മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഹെയർ വരച്ച് കഴിഞ്ഞു. ഇനി പിരികത്തിലേക്ക് കിടക്കാം. ഒന്ന് സെയിം ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, ലാസോ ബ്രഷും ലേസി ടൂളും. അപ്പോൾ ഇത് ഡ്രോയിങ് ചെയ്യുന്നത് ടാപ്പ് റൈഡ് ബ്രഷ് കൊണ്ടും ചെയ്യാം. അപ്പോൾ അത് ലൈനായിട്ട് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ. ഇത് നേരിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഐയുടെ ലൈനൊക്കെ ഇടാം. അപ്പോൾ അതിനായിട്ട് ടാപ്പ് റൈഡ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്, ലേസി ടൂളും. ഓക്കെ, അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പീലി വരക്കാം. അപ്പോൾ അതിനായിട്ട് ടൂളിൽ വന്നിട്ട് ARC ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ ആ ഐയിൽ ചെയ്ത സെയിം പ്രോസസ്സ് ഇതിലും ചെയ്യുകയാണ്. പിന്നെ പറയാനുള്ളത്, ഔട്ട്ലൈൻ ഇടുമ്പോൾ ഔട്ട്ലൈൻ ഇടുന്ന ആ ലെയർ, ഇപ്പോൾ നിങ്ങളുടെ ഡ്രോ ചെയ്യുന്ന ഒരു ലെയറിൽ ആ ലെയർ നിങ്ങൾ കുറച്ചൊന്ന് ഒപ്പാസിറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ള ആ റെഫറൻസ് ഫോട്ടോയെ കറക്റ്റായിട്ടുള്ള ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചെയ്യുന്നത് താടിയുടെ ഭാഗമാണ്. അപ്പോൾ തീരെ താടിയില്ലാതെ കുത്തായിട്ട് വരുന്ന താടി ഭാഗങ്ങൾ വരക്കുക എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നത് ARC ടൂൾ ഉപയോഗിച്ചിട്ട് ടാപ്പ് റൈഡ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ലൈൻ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒടിഞ്ഞ് കിട്ടും, ഇങ്ങനെ വളഞ്ഞ് കിട്ടും. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ പെട്ടെന്ന് ഇട്ട് പോകാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല വൃത്തിയിൽ പെട്ടെന്ന് ചെയ്ത് പോകാൻ സാധിക്കും. അതാണ് ഈ ARC ടൂളിൻ്റെ ഒരു പ്രത്യേകത.
ഓക്കെ, അങ്ങനെ താടിയുടെ ഭാഗം കഴിഞ്ഞ് ഒന്ന് റെഫറൻസ് ഫോട്ടോ ഹൈഡ് ചെയ്ത് വെച്ചാൽ കാണാം. ഓക്കെ, ഞാൻ ആ ഒരു ചെറിയൊരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യുന്നത് ടാപ്പ് റൈഡ് ബ്രഷും അതുപോലെ പെൻ ടൂളും യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി ഔട്ട്ലൈൻ ഇടുന്നത്. പെൻ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ ഇട്ടിട്ട് പോവാം, എന്നാൽ തെറ്റിപ്പോവാതെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇട്ട് പോകാൻ സഹായിക്കുന്നൊരു ടൂളാണ് പെൻ ടൂൾ. ഏകദേശം എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ള ഒരു ടൂൾ തന്നെയാണ്. അപ്പോൾ ഇത് ചില ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിൽ ഇത് തെറിച്ച് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പെൻ ടൂളിനോട് ഒരു ചെറിയൊരു ലൈൻ ഇടുക. ലൈൻ ഇട്ടതിന് ശേഷം ടൂളിലേക്ക് വന്ന് എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും മേലെയായിട്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിനെ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, അങ്ങനെ ഔട്ട്ലൈനിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ഇനി നമുക്ക് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒപ്പാസിറ്റി വളരെ കുറച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ഡിങ് ഒരു 6 ഒക്കെ ഒപ്പാസിറ്റി കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്യുക. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ഉണ്ടാകും. നമ്മൾ ഓവർ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതൊരു എടുത്തു പിടിക്കുന്നത് പോലെ തോന്നും. ഇതാകുമ്പോൾ നമുക്കൊരു വൃത്തിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മേലെ കളർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗും വരും. ചിലരുടെ ഡ്രോയിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടാവും, നല്ലൊരു ഫീലിംഗ് ആയിരിക്കും ആ ഡ്രോയിങ് കാണാൻ, ഡിജിറ്റൽ ആർട്ട് കാണാൻ. അപ്പോൾ അതങ്ങനെയാണ്, ഒപ്പാസിറ്റി വളരെ കുറച്ചിട്ട് ഡ്രോ ചെയ്യുമ്പോൾ നല്ലൊരു വൃത്തി കിട്ടും. ആ ഒരു മെത്തേഡിലാണ് ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ട്യൂട്ടോറിയലുമായിട്ട് ബന്ധപ്പെട്ടതല്ല,
എങ്ങനെയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴത്തെ തന്നെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ, അപ്പോൾ ഞാനിതിൽ സംസാരങ്ങളൊന്നും അധികമില്ല, ജസ്റ്റ് ഒരു വീഡിയോ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനടുത്തുള്ള ഒരു വീഡിയോ ആണ്, ഷോർട്ടായിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ചെറിയൊരു ഷെയ്ഡിങ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കളറടിക്കുന്ന ഭാഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.